സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നെക്സ്റ്റ് ദുബായ്. ഉറപ്പ്. മമ്മൂക്ക തന്നെ ഈ ഡയലോഗിന്റെ തൊട്ട് മുന്നേ ഈ സീനിന്റെ ഇങ്ങനെ വായിച്ചിട്ട് നമുക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ ഈ വലിയ ഡയലോഗ് പറയുമ്പോൾ ലെങ്ത് ഡയലോഗ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ, അങ്ങനെ എനിക്ക് അതിനെ പ്രണയിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളൂ. നായികന്മാരും എനിക്ക് വളരെ കുറവാണ്. ഈ അടുത്ത സ്ട്രഗിൾ ആയിരിക്കും, ആകെ പ്രശ്നം, ആകെ ബുദ്ധിമുട്ടുകളായിരിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ പോയി, അതിൽ നിന്ന് ചെറിയ ക്യാരക്ടേഴ്സ് ഡയലോഗ് കിട്ടി, പിന്നെ ഒരു ക്യാരക്ടറായി, പിന്നെ ഒന്ന് ലീഡ് ചെയ്തു. പക്ഷെ നമ്മൾ എവിടെ നിൽക്കണം, ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ഭംഗിയായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം. യാദൃശികമായി കണ്ടതാ തരുൺ യാദൃശികം തന്നെയാണ്. ലുക്കു ഞാൻ ഉണ്ട് കഴിഞ്ഞപ്പോൾ പ്ലാൻ ചെയ്ത് ഞാൻ ഒരു പടം പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൽ ലുക്കാണ് ഒരു ക്യാരക്ടർ. കഥ പറയട്ടെ കുഞ്ഞോനെ, നീ അന്ന് ചോദിച്ചില്ലടാ കുഞ്ഞോനെ അങ്ങനെ പ്രത്യേകത. ഞാൻ ഗോൾ കീപ്പറാണ് മെയിൻ ആയിട്ട്, പ്രധാനമായിട്ട് അങ്ങനെ അനൗൺസ് ചെയ്ത് കളയും. നമ്മൾ 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേ നമ്മൾ അത് നമ്മള് എപ്പോഴേ പ്രാക്ടീസ് ചെയ്യും. സ്റ്റുഡിയോയിൽ ലുക്മാൻ അവറാൻ, വെൽക്കം. താങ്ക് യു. ഈ പുതിയ സിനിമ റിലീസ് ആവുന്ന സമയങ്ങളിലെല്ലാം ക്യാമറ, ഇന്റർവ്യൂ ഇതൊരു റൂട്ടീനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് പലതരത്തിലുള്ള സ്പേസിൽ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഇതിന് മടുപ്പ് തോന്നി മാറിയിരിക്കാൻ പറ്റില്ല. ചെയ്ത സിനിമ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതും നിങ്ങളുടെ വലിയ റെസ്പോൺസിബിലിറ്റി മാറിയിട്ടുണ്ട്. എന്താ ശരിക്കും അതിൽ ടേക്ക്? അതിലൊരു കംഫർട്ട് ഉണ്ടോ? കുറെ ആവുമ്പോൾ മടുക്കുന്നുണ്ടോ? ഇത് രണ്ടുണ്ട്. അതായത് കുറെ നമുക്ക് ഇത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മള് സിനിമ ഇപ്പൊ ഒരു കല്യാണ വീടൊക്കെ പോലെ, നമുക്ക് കല്യാണം നടക്കുന്ന തലേ ദിവസവും ആ ദിവസമൊക്കെ ഉണ്ടാവില്ലേ, നമ്മള് ഭയങ്കര എല്ലാം ഒരുങ്ങുന്നു, ആവേശാക്കുന്നു. ആ ഒരു എൻജോയ്മെന്റ് ഉണ്ട് ഇതിന്. നമ്മള് അതിനുവേണ്ടി ആൾക്കാരേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ. അതന്നെ, അത് നിർബന്ധമായി മാറി. ആദ്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ എണ്ണം കൂടിയല്ലോ, ആളുകൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പൊ അവരുടെ ഉള്ളിൽ ഇത് വേണം എന്ന നിർബന്ധം നമ്മള് എത്തിക്കാണ് മാക്സിമം ശ്രമിക്കുന്നത്. ചില സമയത്ത് നമുക്ക് മടുപ്പും പിടിക്കും. പക്ഷെ ആ മടുപ്പിനെ നമ്മളൊരു എന്തെങ്കിലും മനസ്സിനൊക്കെ സെറ്റാക്കി വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ മറികടക്കുക എന്നുള്ളത് തന്നെയാണ്, വേറെ വഴി ഇല്ല. ലുക്മാൻ ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ കരിയറിന്റെ ഭയങ്കര രസമുള്ള ഒരു ഫേസിലാണല്ലോ. ഈ സ്ക്രീൻ ടൈമിൽ തന്നെ പല വേരിയേഷൻ നടക്കുന്നുണ്ട്. ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു, ചെറിയ റോൾ, അവിടെ നിന്ന് ലീഡ് ആക്ടർ ആവുന്നു. ലീഡ് ആക്ടർ ആയിരിക്കുന്ന സമയത്തും ബെറ്റർ ക്യാരക്ടർ റോളുകൾ വരുമ്പോൾ അതിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പലപ്പോഴും പലരും ഈ ലീഡ് ആക്ടർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിലൂടെ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ലുക്മാൻ അവിടെ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സിലോട്ട് മാറി മാറി ചെയ്യുന്നുണ്ട്. ഇത് ശരിക്ക് എന്റെ ഡൗട്ടാണ്, ശരിക്കും ഇത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസും കൂടി അല്ലേ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്? അതായത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജ് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ ഒരു സ്റ്റേജാണ്. ശരിക്കും നമ്മൾ സിനിമയിലെത്തി ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ പോയി, അതിൽ നിന്ന് ചെറിയ ക്യാരക്ടേഴ്സ് ഡയലോഗ് കിട്ടി, പിന്നെ ഒരു ക്യാരക്ടറായി, പിന്നെ ഒന്ന് ലീഡ് ചെയ്തു. പക്ഷെ നമ്മൾ എവിടെ നിൽക്കണം, ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാനതിനെ ഓവർകം ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു സമയത്ത് വിചാരിച്ചിരുന്നു ഓക്കെ ഇനി നായകൻ പരിപാടികൾ മാത്രം പിടിച്ചാലോ, അതും നമ്മുടെ ആഗ്രഹം തന്നെ ആയിരുന്നു, നമ്മൾ നായകനായിട്ട് വരണം. അപ്പൊ നമുക്ക് മനസ്സിലായി നായകൻ പരിപാടി മാത്രം പിടിച്ചാൽ കാര്യമില്ല. തല്ലുമാല ഇറ്റാവാനുള്ള കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം സൗദി വെള്ളൊക്കെ ആണെങ്കിലും സുലേഖ നമുക്ക് ഒപ്പം സപ്പോർട്ടായിട്ട് വേറൊരു ടീം ഉണ്ടാവുമായിരുന്നു. അപ്പോഴാണ് അതിനൊരു ഇത് കിട്ടുന്നത്. അപ്പൊ ആ ഒരു പവറിലാണ് വീണ്ടും ഒരു നായകൻ പിടിച്ചു. നായകൻ വർക്കാവില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതും ചെയ്തു നോക്കും. പിന്നെ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം, നമുക്ക് മനസ്സിൽ തോന്നണം ഈ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്ത് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളൊന്നും ഇപ്പൊ ഇതൊന്നും സംഭവിച്ചത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. സോ അതിങ്ങനെ സംഭവിക്കുന്നതാണ് എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം. ഈ പറഞ്ഞ പോലെ ഈ ശ്രമത്തിന്റെ ഏറ്റവും പുതിയ അഡിഷനാണ് അതിഭീകര വരുന്നത്. ഇപ്പൊ ട്രെയിലർ നമ്മൾ കാണുന്ന ട്രെയിലറാണ്, നമ്മൾ സിനിമയിലോട്ട് എത്തിയിട്ടില്ല, നമുക്ക് ട്രെയിലറാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കൊറോണ ദവാന് ശേഷം ഈ പറഞ്ഞ സിസിയുടെ ഒപ്പം ഒരു റീയൂണിയൻ വരുന്നതോടെ ഈ സിനിമയുടെ ട്രെയിലറിലാണ് ഒരു പാക്കേജ് പടം എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞ ഫൈറ്റ്, പാട്ട്, ഡാൻസ്, റൊമാൻസ്, ഇതെല്ലാം ഫ്ലേവേഴ്സ്. കാരണം അങ്ങനത്തെ സിനിമകൾ നമ്മൾ പതിയെ കാണലില്ല, വളരെ കുറവാണ്. എന്താ ശരിക്കും അതിഭീകര കാമുകൻ
ഈ പറഞ്ഞ കാമുകൻ റോളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കാമുകറോള് അതിഭീകര കാമുകൾക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മള് സിനിമ ഭയങ്കര ഫ്രഷോ അല്ലെങ്കിൽ ഒട്ടും കാണാത്തതോ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഒന്നും സിനിമയ്ക്കില്ല, പുതുതായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ എപ്പോഴും കൊതിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മൊമെന്റ്സുകളാണ് ഈ സിനിമയ്ക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. ഈ സിനിമ 2013-14 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതിഭീകര കാമുകൻ. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ക്യാമ്പസ് ഒന്നല്ല, ഒരു 6 വർഷത്തിന് ശേഷം ഒരു സാധാരണക്കാരൻ +2 ആണ് ഏറ്റവും വലിയ കോഴ്സ്, ഏറ്റവും വലിയ പഠനം എന്ന് അമ്മയെ വിശ്വസിപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തനെ അമ്മ ഒരിക്കൽ മനസ്സിലാക്കാണ് ഇവന് ജോലി എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് വേണമെന്ന്. ഒരു 6 വർഷത്തിന് ശേഷം ഒരു കോഴ്സിന് വിടണാണ്. അപ്പോൾ ഞാൻ സിനിമ സ്വപ്നം കാണുമ്പോൾ ഞാൻ കണ്ടിരുന്നാണ് നമ്മൾ മാസിൽ നടന്നു വരിക, അതുപോലെ 4 പേരെ ഇടിക്കുക, ഇതൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലോ സിനിമയും. പിന്നെ നമ്മള് പ്രണയിക്കുക, അതിലത്തെ ഒന്നാണ് പ്രണയം, കാമുകിയുടെ പുറകെ. അങ്ങനെ എനിക്ക് അതിന് പ്രണയിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളൂ. നായികന്മാരും എനിക്ക് വളരെ കുറവാണ്. ഈ അടുത്ത സ്ട്രഗിൾ ആയിരിക്കും, ആകെ പ്രശ്നം, ആകെ ബുദ്ധിമുട്ടുകളായിരിക്കും. അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കഥ, അത് നമ്മൾ അറിയണ CC ഓൾറെഡി തെളിയിച്ചുള്ള CC വരുന്നു. പ്രണയമാണ് കംപ്ലീറ്റ്. പ്രണയിച്ച് ഒരു നായകരുടെ പുറകെ പ്രണയിച്ച് അതിന്റെ പല ഫേസുകളാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കുറെ നമ്മുടെ മുന്നേ നായകന്മാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതും അതിന്റെയൊക്കെ എന്തോ ഒരു ഫ്ലേവറും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സുഖമൊക്കെ തോന്നിയപ്പോൾ ആ സുഖം ഒന്നുകൂടി അനുഭവിച്ചാലോ എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഇതിലോട്ട്, ഞാൻ ആഗ്രഹിച്ച് അനുഭവിച്ചാലോ എന്നുള്ളത് തന്നെയായിരുന്നു എന്നെ ഇതിലോട്ട് അട്രാക്ട് ചെയ്തത്. ഈ അതിഭീകര കാമുകനും വരുന്ന സമയത്തേക്ക് ലുക്മാൻ ആഗ്രഹിച്ച പലതും ഒരു അച്ചീവ് ചെയ്യുന്ന പോയിന്റും കൂടിയാണല്ലോ. ഈ ആ പോയിന്റിലേക്ക് ചോദിക്കാനുള്ളത്, ഈ അച്ചീവ്മെന്റുകളൊപ്പം തന്നെ ഈ നോകൾ കുറെ കേട്ടിട്ടുണ്ടാവല്ലോ. പലപ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും അതിൽ ഏതെങ്കിലും ഒരു ക്രൈസിസ് പോയിന്റ് പോലെ ഈ നോ 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 എന്നുള്ളത് എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഉള്ളിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോവാന്നുള്ളത് അത് അത്ര എളുപ്പമുള്ള കാര്യമാണ് ശരിക്കും? അതിങ്ങനെ തോന്നുന്നു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് തോന്നുന്നു. നമ്മളൊക്കെ ചില സ്ഥലത്ത് നമുക്ക് നോ ആണെന്ന് നേരത്തെ അറിയാൻ പറ്റും. അപ്പൊ നമ്മള് മനഃപൂർവ്വം ചിലത് നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം പോവാതിരിക്കുന്നത് ചെയ്യും, അല്ലെങ്കിൽ നമ്മള് ആ നോ കേട്ടതായിട്ട് ഭാവിക്കാതിരിക്കും. അതിനത്ര വാല്യൂ നമ്മൾ കൊടുക്കുള്ളൂ. അത് ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിൽ നമുക്ക് ഇൻസൾട്ട് എന്തുണ്ടാകുമ്പോഴും നമ്മൾ അതിന് എത്രത്തോളം വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ് അത് നമ്മളെ എഫക്ട് ചെയ്യുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ അതിന് അത്ര സ്പേസ് കൊടുത്താൽ, അത് ഓപ്പോസിറ്റ് ആരായാലും അങ്ങനെ കൊടുത്താൽ നമുക്ക് അത് എഫക്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലതിനെയും ഇഗ്നോർ ചെയ്തിട്ടാണ് ഉണ്ടായിട്ട് എനിക്ക് ആ നോ ഇഷ്ടം പോലെ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം അത് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കിപ്പോ ചോദിച്ചാൽ എന്തായാലും നോ ആയിരിക്കും എന്നുള്ളത് ചിലത് നമുക്ക് മനസ്സിലാവും നേരത്തെ. അപ്പൊ അതിനുള്ളൊരു സമയമായിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിട്ട് അത് ഇങ്ങോട്ട് ചോദിക്കുന്ന സമയം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ മുന്നോട്ട് പോകും. അതെ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ചിലതൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച് സന്തോഷിക്കാറുണ്ട് ഒറ്റക്കൊക്കെ. ഓക്കെ, അത് എന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ, എന്നെ അന്വേഷിച്ചിട്ട് ഈ കോള് വന്നല്ലോ, ഈ ക്യാരക്ടറിന് ഇന്ന പ്ലേസ് ചെയ്തല്ലോ. ഞാൻ ചില ക്യാരക്ടറൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു, അയ്യോ ഇത്ര വലിയ ക്യാരക്ടറാ, അങ്ങനെ ഞാൻ പക്ഷെ അത് പുറത്തണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ചെയ്യണല്ലോ, ആഗ്രഹിച്ചാണല്ലോ. പക്ഷെ ആ പേടി കാണിക്കാതെ ഞാൻ അപ്പൊ ഞാൻ അത് അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ഒരു ഹീറോയിക്, നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഹൈയുള്ള മൊമെന്റ് ആണ് അത്. ഈ ക്യാരക്ടർ പ്ലേസ് കാര്യം പറയുമ്പോഴേ ഈ സ്ക്രീനിലെ ലുക്മാനെ പലപ്പോഴും പല തരത്തിൽ പല ക്യാരക്ടേഴ്സ് കാണുമ്പോഴും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഭയങ്കര എന്നും ഇപ്പൊ ഞാൻ പേഴ്സണൽ ലുക്മാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എന്റെ സിനിമ മെമ്മറി കണക്ട് ചെയ്യുന്നത് ഉണ്ടയിലോട്ടാണ്. അതിൽ തന്നെ എനിക്ക് ഞാനായിരുന്നാ മതി സാറേ എന്ന് പറയുന്ന ആ സീക്വൻസ് പ്രത്യേകത വെച്ചാൽ ഇത്ര ആൾക്കാർ അവിടെ ഉണ്ട്, മമ്മൂക്കയുണ്ട്, അധികം ലൈറ്റ് ഒന്നുമില്ല ആ സീക്വൻസ്. അതെ, അവിടെ ഇത് പെർഫോം ചെയ്യണം, ഇത് ആൾ കമ്മ്യൂണിക്കേറ്റ് ആവണം ഈ ചെയ്യുന്ന കാര്യം. എന്നാൽ അതിൽ ഈ പറഞ്ഞ CPOന്റെ എല്ലാ ഇമോഷനും അവിടെ ഉണ്ടാവും വേണം. അതിനിപ്പോ ഇങ്ങനെ റീകളക്ട് ചെയ്യുന്നത് ഇത്രയും ലെങ്തി ഡയലോഗ് ഉണ്ട് പറഞ്ഞു പഠിപ്പിക്കും. അതെനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് ഉണ്ടക്ക് ശേഷമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാമെന്നും ഞാനൊരു ആക്ടറാണെന്നും എൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ അത് ആ ക്യാരക്ടറിനെ ഞാൻ ഇത്ര വലുപ്പമുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അയാളുടെ ലൈഫും മാനസികാവസ്ഥയും അതൊക്കെ എന്നിലൂടെ വന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു എന്തൊരു സാധനമുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്ന കിട്ടിയത്. അതിലേറ്റവും സ്പെഷ്യൽ ആ സീനായിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും പല സീൻ കഴിഞ്ഞാലും റഹ്മാനോട് ചോദിക്കും, മറ്റേ സീൻ എപ്പോഴും ഇന്നുണ്ടോ, അയ്യോ അപ്പൊ ഇല്ലടാ അത് പറയുമ്പോഴേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവായിരുന്നു. അന്ന് തുടങ്ങുവാണ് ഞാൻ അന്ന് ഇതൊക്കെ ഞാൻ ഇത്രയൊക്കെ ആഗ്രഹം എനിക്ക് ഉണ്ടെങ്കിലും എന്നിലെ നടൻ ഉണ്ടാവുന്നത് വെറും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഒരു നടൻ
ഉണ്ടാവില്ല. ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മേക്കേഴ്സ് എനിക്ക് ചുറ്റും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഈ റഹ്മാൻ എന്നിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചത്, എന്നെ പണിയെടുപ്പിച്ചത് ഞാൻ അറിയാതെയാണ്. അതായത് എനിക്കൊരു നീ ഇത് ചെയ്യണം എന്നല്ല, അത് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അറിയാതെ അതിലോട്ട് കൊണ്ടുവന്ന് എൻ്റെ ഫിസിക്കാണെങ്കിലും എൻ്റെ കണ്ണ് അങ്ങനെയൊക്കെ നോക്കി അതൊക്കെ എന്നെ പറഞ്ഞ് അങ്ങനെ റഹ്മാൻ മാത്രം ഞാൻ പറഞ്ഞത് എൻ്റെ ചുറ്റും ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് വന്നത്. അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. അത് ഈ ഡയലോഗ് പറയുമ്പോൾ തന്നെ മമ്മൂക്ക തന്നെ ഈ ഡയലോഗിൻ്റെ തൊട്ട് മുന്നേ ഈ സീനിൻ്റെ ഇങ്ങനെ വായിച്ചിട്ട് നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു, എടോ ഈ വലിയ ഡയലോഗ് പറയുമ്പോൾ, ലെങ്തി ഡയലോഗ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്താണെന്നറിയോ? സൈലൻസ് ആണ്. നമ്മൾ എവിടെ പോസ് കൊടുക്കുന്നു, എവിടെ സൈലൻസ് ഇടുന്നു എന്നുള്ളത്. ഫുൾ സ്റ്റോപ്പിൽ പോസ് കൊടുക്കാതെ ചിലപ്പോൾ കോമക്ക് നമ്മൾ പോസ് കൊടുക്കും, ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകൻ വിചാരിക്കാത്തടത്ത് നമ്മൾ പോസ് കൊടുക്കും. ആ പോസ് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അത് ഒരു പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ആണല്ലോ ആ പോസ്. പോസ് പെട്ടെന്ന് ഒരു ഇമോഷൻ്റെ ഒരു സാധനത്തിൽ ബ്രേക്ക് ചെയ്ത് സൈലൻസ് വരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ, ഞാൻ ഒരു പുതിയ ആൾക്കാരെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്കങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം, ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് ഇവരൊക്കെ അങ്ങനെ ഫുൾ സപ്പോർട്ടായി നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അത് മമ്മൂക്കനെ വെച്ചിട്ട് തന്നെ ഒരു കുറച്ച് ഷോർട്ട്സ് ആയിട്ട് പോയി, അല്ലാതെ തന്നെ വേറെ ക്ലോസും പരിപാടികളൊക്കെ വേറെയും പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര ഹൃദയത്തിൽ നിൽക്കുന്ന സിനിമയാണ് ഉണ്ടാകും. ഈ ഹൃദയത്തിൽ നിൽക്കുന്ന പറയുമ്പോൾ, ഈ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഇങ്ങനത്തെ ഡയലോഗുകളിൽ ലുക്മാൻ കുറച്ചും കൂടി ഒരു ഈസിനെസ് പോലെ തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു മിഡിൽ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ നമുക്ക് തോന്നുന്നു. നമ്മളെല്ലായിടത്തും കാണുന്ന ഒരാള്, ആ കണക്ഷൻ നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ലുക്മാന്റെ ആക്ടറോട് ഇഷ്ടത്തിന്റെ ഒരു റീസൺ കൂടെ. +1 അവിടെ വരുന്നത്. അതെ, അത് എന്നോട് പലരും എന്നെ നേരിട്ട് കാണുമ്പോൾ എന്നോട് പറയും. അതായത് അത് ഞാൻ സത്യം തോറ്റി, അതായത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ലുക്കു ഇവിടെ എന്താണ് പരിപാടി? അപ്പൊ ഞാൻ പറയും ആദ്യമായിട്ടാണ്. അപ്പൊ അല്ല അവിടെ ഒരു എന്തോ ഓക്കെ അല്ലേ, നീ ഹാപ്പി അല്ലേ, നീ പൊളിയല്ലേ? അപ്പൊ പറയാ അടിപൊളി. പിന്നെ നീ നമ്മുടെ ആളാട്ടാ, അതായത് നമ്മുടെ ഇടയിലുള്ള ഒരാളാട്ടാ, നമ്മുടെ കൂടെയുള്ള ആളാട്ടാ, എന്റെ കൂട്ടുകാരന്റെ പോലെ അങ്ങനൊക്കെ തോന്നടാ, അങ്ങനൊക്കെ പറയുമ്പോഴേ അപ്പോഴാലോചിക്കുമ്പോഴാണ് പറഞ്ഞത്, ആളുകളൊക്കെ അങ്ങനെ കാണുന്നവരും നമ്മളങ്ങനെ റിലേറ്റ് ചെയ്യുന്നവരും ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എങ്ങനെ കുറെ ക്യാരക്ടേഴ്സും ഇന്റർവ്യൂസ് അങ്ങനെ നമ്മളെ കൂടുതൽ അങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കാം. ഓൾറെഡി പറഞ്ഞ പോലെ വളരെ സോഷ്യൽ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും മറ്റേ റിസർവ് ആയിട്ട് അല്ലാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം. അപ്പൊ നമ്മൾ ആളുകളുടെ ഇടയിൽ ഒരാളാണ് എന്റെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം ആൾക്കാർക്ക് തോന്നുന്നത് നമുക്ക് ഭയങ്കര ഓക്കെ. ഈ തോന്നലില് അത്രയും ഡീപ്പ് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ഉണ്ടയുടെ സീൻ പോലെ തന്നെയാണ് ഓപ്പറേഷൻ ജാവയിൽ പെങ്ങളെ പറ്റി പറയുന്നത്. അതായത് ഈ വിനയദാസന്റെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു പോയിന്റ് ഇയാൾ ഇമോഷണൽ ആയിട്ട് ഇത് പറയുമല്ലോ, പറഞ്ഞ് കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി എന്ന് പറയുന്നിടത്ത് ആ സൈലൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. വിനയ് നമ്മുടെ ആരോ ആണ്, നമുക്ക് അവിടെ പെയിൻ വരുന്നുണ്ട്. അവന്റെ പെങ്ങളെ നമുക്ക് ഓർമ്മ വരുന്നു, കണ്ടിട്ടേ ഇല്ല, പക്ഷെ കാണാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞ് അതും നല്ലൊരു എക്സ്പീരിയൻസ്. ആ ഡയലോഗ് അങ്ങനെ ഡയലോഗ് പറയുമ്പോഴേ ഇത് പേഴ്സണൽ ആയി എടുക്കുന്നുണ്ടോ? ഇത് ഈ പറഞ്ഞ ഇമോഷൻ ഇമോട്ട് ചെയ്യാനായിട്ട് ഉണ്ട്. അത് പലപ്പോഴും അതല്ല, അത് നമ്മളൊരു പ്രൈവറ്റ് നമ്മുടെ പേഴ്സണൽ സമയമാണല്ലോ. സമയം ഈ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ കട്ടിന്റെ നമ്മൾ എന്തും ചിന്തിക്കും. സെൻസ് ചിലപ്പോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളറിയാതെ വരുന്ന പോലെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമം നടത്താറുണ്ട്. അത് ചിലത് നമുക്ക് ഈസിയാണ്, ചിലത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുമാണ്. ചില ഏരിയാസ് ഇപ്പൊ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലട്ടാറുണ്ടോ? പറഞ്ഞ ഇതിന്റെ ഒരു പെയിനോ? അല്ല, അങ്ങനൊന്നുമില്ല. അതപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു പോയി. എനിക്ക് പിന്നെ അത് അലട്ടൽ ഇത് എങ്ങനെ വന്നിട്ടുണ്ട്, വർക്കായോ ഇത് പരിപാടി. പക്ഷെ നമുക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നോക്കിയിട്ട് ഉണ്ടാവും. പക്ഷെ ചിലത് നമ്മൾ ഡയറക്ടറുടെ ഇൻസ്ട്രക്ഷനും കൂടി വെച്ച് അതിനൊരു നമ്മുടേതല്ലാത്തൊരു സാധനത്തിലോട്ട് മാറ്റാൻ ശ്രമിക്കും. അത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. റിസൾട്ട് എന്തെന്ന് ഡയറക്ടർ ഇവിടെ ഓക്കെയാണ്, പരിപാടി വർക്കായി വന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ കാണുമ്പോഴും ഞെട്ടുക, ഓക്കെ അപ്പോഴാണ് ഒരു ഡയറക്ടർ എങ്ങനെ വർക്ക് ചെയ്തെന്ന്. ഓക്കെ ഞാനല്ലാത്ത ഒരാളായി അതിൽ പറയാൻ പറ്റി. അത് അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ചില ഡയറക്ടേഴ്സിൽ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഓപ്പറേഷൻ ജാവ അല്ലെങ്കിൽ ഇപ്പൊ സൗദി വെള്ളക്കൽ അഭിലാഷൊക്കെ ആണെങ്കിലും ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റെപ്രസെന്റേഷൻ ഉണ്ട്. അതിൽ തന്നെ ഈ തരുൺ മൂർത്തി എന്ന മേക്കർ ലുക്മാൻ കോമ്പിനേഷനില് ഇതിനൊരു രസമുള്ള ഫോർമുല പോലെ തോന്നിയിട്ടുണ്ട്. ലുക്മാൻ അറിയാവുന്ന ഖാലിദിന് റഹ്മാനെ പറ്റി പറയുന്ന പോലെ തന്നെ തരുണും ആ തരത്തിൽ
അതെ. ട്യൂൺ ചെയ്യുന്ന രസമുള്ള നല്ല 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 ഉറപ്പായിട്ട് നല്ല സ്പേസ് ഉള്ള കാരണം ഞാൻ അതൊരു ഭാഗ്യം കൂടിയാ. ഞാൻ ഉണ്ട കഴിഞ്ഞ് ഇനി എന്തെന്നുള്ള ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് പ്രതീക്ഷകൾ ഏറിയല്ലോ. നല്ല റെസ്പോൺസ് വരുന്നു, നല്ല ആക്ടർ എന്ന് പറയുന്നു, അത് പറയുന്നു ഇത് പറയുന്നു. പക്ഷെ അതൊന്നല്ല, ഇനി അടുത്ത് ഞാൻ എന്ത് പിടിക്കണം. ചിലർ പറയുന്നു സൂക്ഷിച്ചു പിടിക്കണം, മറ്റേ ഇനിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. സൂക്ഷിക്കാൻ നോക്കിയപ്പോൾ പിന്നെ സിനിമ വരണ്ടേ, നമുക്ക് ഏത് ചെയ്യണം എന്നുള്ള അങ്ങനെ മോളിന്ന് ഒരു യാദൃശികമായി കണ്ടതാ തരുണിനെ. തരുൺ യാദൃശ്യം എന്നെ കണ്ടിട്ട് ലുക്കു ഞാൻ ഉണ്ട് കഴിഞ്ഞപ്പോൾ പ്ലാൻ ചെയ്ത് ഞാൻ ഒരു പടം പരിപാടി പ്ലാൻ ചെയ്യണ്ട, അതിൽ ലുക്കാണ് ഒരു ക്യാരക്ടർ, കഥ പറയട്ടെ. അങ്ങനെ മോളിൽ തന്നെ യാദൃശ്യം ഒരു കഥ പറയുന്നു. ഇല്ല, വേറെ ദിവസം വന്ന് മോളിൽ തന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് കഥ പറയുന്നു. ഫുൾ പ്ലാൻ, ഫുൾ പരിപാടി ഉണ്ട് കഥയിൽ. ആ ഷൂട്ടിങ്ങിന് അവിടെ സോങ് വരുന്നു, ഈ സോങ്ങിന്റെ ഡെലിവറി നടന്നു പോകുന്നു, അങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിൽഡ്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഈ കഥക്ക് നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അവരിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പറേഷൻ ആണല്ലോ, കുറെ അന്വേഷണം പരിപാടിയൊക്കെയാണ്. പക്ഷെ അവനെ കൊണ്ട് അത് പറ്റും എന്നുള്ള നമുക്ക് തോന്നുമല്ലോ. ഇത് കറക്റ്റ് ആളാണ് കിട്ടിയില്ലത്. ഓക്കെ, കൈ തേരി കൊടുക്കുന്നു, നമ്മളിത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓക്കെ, പരിപാടി പെട്ടെന്ന് വേണം. ഞാനും ഭാഗ്യം അങ്ങനെയാണ് ഓപ്പറേഷൻ ജാവ സംഭവിക്കുന്നത്. അപ്പൊ എന്റെ ഭാഗ്യത്തിന് കറക്റ്റ് ഇന്റർവെല്ല കറക്റ്റ് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് എനിക്ക് നമ്മൾ നല്ലതാന്ന് തെളിയിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളിത് തെളിയിക്കാനായിട്ടുള്ള യാത്രയിൽ നമുക്ക് ഒപ്പം ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്ഡ് ആണ് ഞാൻ ശരിക്കും. അതില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ റൂട്ട് ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ നേരെ ആദ്യമേ ഓഡിഷന് ചെന്നപ്പെട്ടത് റഹ്മാന്റെ അടുത്താണ്. റഹ്മാൻ ഖാലിദിന്റെ അടുത്ത് എത്താൻ എനിക്കറിയാം ഒരുപാട് പുതിയ ആളുകളും ഒക്കെ റഹ്മാൻ ഖാലിദിന്റെ സിനിമയിൽ അഭിനയിക്കാനും അങ്ങോട്ട് എത്താനും വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ആദ്യമേ കുറെ വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ഞാൻ ആദ്യം എത്തുന്നത് അവിടേക്കായിരുന്നു. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയൊക്കെ എന്തൊക്കെ ഭാഗ്യങ്ങൾ ഉള്ളിൽ കിട്ടിയോണ്ട് ആണ് കുറെയൊക്കെ ഞാൻ ഇതുവരെ എത്താനുള്ള പ്രധാന കാരണം. ഇത് പറഞ്ഞപ്പോ എനിക്ക് രണ്ട് രീതിക്ക് വർക്കായ ഒരു സീനായിട്ട് പറയാം. ഒന്ന് ഭയങ്കര അപ്രിസിയേഷൻ വരുന്ന സീനില്, അതുപോലെ ട്രോള് വന്ന സീനായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യരെന്ന്. അതിൽ ഈ പറഞ്ഞ ഫീൽ ഗുഡ് പറഞ്ഞ് ട്രോള് വരുന്നത്. എന്നാൽ പലരും അവരുടെ ലൈഫിലെ ഭയങ്കര രസമുള്ള മൊമെന്റുകൾ ഷെയർ ചെയ്ത്. തരുൺ തന്നെ ഇത്ര വർഷമായിട്ട് ഇപ്പോഴും മറ്റേ സ്റ്റോറി റീപോസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോഴും കാണുന്ന ട്രോളുകളും കൊറേ കാണും. അത് ഇപ്പൊ എന്തേലും നാട്ടിലിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും അപ്പൊ ഇത് പരസ്പര സഹായ പരിപാടികളൊക്കെ വന്നാൽ അപ്പൊ ഇത് വരും. കുഞ്ഞോനെ നീ അന്ന് ചോദിച്ചില്ലടാ കുഞ്ഞോനെ അങ്ങനെ പ്രത്യേക സൗണ്ട്. അപ്പൊ അത് അങ്ങനെ ഇപ്പൊ തല്ലുമാലക്കുണ്ട്. അങ്ങനെ എന്താന്ന് വെച്ചാൽ ട്രോളിന്റെ പകരം ഇപ്പോഴും റീല് വരിക എന്നുള്ളത് ഇപ്പോഴും അത് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നണേ സിനിമ നമ്മൾ മറന്നു പോകില്ല. ഹിറ്റായത് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ തിയേറ്റർ ഫൈറ്റ് ഒക്കെ എനിക്ക് എന്നും ടാഗ് വരും. അതുപോലെ തന്നെ ഈ തിയേറ്റർ ഫൈറ്റിനെ പറ്റി പറഞ്ഞെങ്കിൽ തോന്നുന്നു സുപ്രീം മാസ്റ്റർ ഇവിടെ ഇരുന്ന് ഇതേ സീറ്റിൽ നിൽക്കുന്ന സമയത്ത് മാസ്റ്റർ പറഞ്ഞിരുന്നു ഈ തിയേറ്റർ ഫൈറ്റിനെ പറ്റി. അതായത് നമ്മൾ സെറ്റ് ചെയ്ത റിഗ് അല്ലെങ്കിൽ പറഞ്ഞ കോറിയോന്റെ ഒപ്പം തന്നെ ടോവിയും ലുക്കും മരിച്ചു നിന്നുകൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ തീർന്നതെന്നുള്ളത്. ഈ ഫൈറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ, അതിഭീകര കാമുകളിൽ ഫൈറ്റ് ചെയ്യുന്നു ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഒക്കെ എത്രയോ മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള മോർ നമ്പർ ഓഫ് ഫൈറ്റുകൾ തല്ലുമാലൊരു ചെയിൻ പോലെ ചെയ്യുന്നുണ്ട്. അവിടെ ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ആക്ടറാണ്, ആക്ട് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യണം. ഫൈറ്റ് എനിക്ക് ഭയങ്കര അതില് ലുക്ക് പ്രത്യേക ഇഷ്ടം കൂടി പ്രത്യേക ഇഷ്ടമുണ്ട്. അതൊക്കെ എന്താ അങ്ങനെ മാറും, നമ്മള് ഇടിച്ച് നിൽക്കുന്നു, ഇടിച്ച് തെറിക്കുന്നു, അതൊക്കെ നമ്മുടെ റിയാക്ഷന്റെ സമയം. അതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ നടന ഇൻ ദ സെൻസ് എപ്പോഴാണോ നമ്മൾ ഈ സിനിമയുടെ ആഗ്രഹം സിനിമ കണ്ടു തുടങ്ങിയത് അപ്പോഴേ നമ്മള് നമ്മൾക്ക് തോന്നി 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേ അത് നമ്മള് എപ്പോഴേ പ്രാക്ടീസ് ചെയ്യും. അതെപ്പോഴോ ഉള്ളിലിനെ കേറിയിട്ട് അതിനുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. തല്ലുമല തിയേറ്റർ ഫൈറ്റ് ലൈഫിലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇപ്പൊ ഉണ്ടാക്കിയ റിഗ് ഉണ്ടല്ലോ, റിഗ് അത്രയും വെയിറ്റുള്ള റിഗാണ്. അതിൽ ക്യാമറ വെച്ചിട്ട് അത് കറക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇങ്ങനെയാണ് ക്യാമറ ആണ്. അതെങ്ങാനും നമ്മളതിന്റെ അകത്ത് നിന്നിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. അതെങ്ങാനും നമ്മുടെ തലയിലോ എവിടെങ്കിലും ടച്ച് ചെയ്താ അപ്പൊ തീരും. അപ്പൊ എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം, അത് വരുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ ഇപ്പുറത്തേക്ക് പോവാതെ ഇപ്പുറത്ത് നിന്നിട്ട് അടിച്ചോണ്ടിരിക്കണം.
ഓ അത് ഭയങ്കര അടി കൊള്ളുന്ന കൊടുക്കുന്നതിന്റെ ടൈമിംഗ് ടൈമിങ്, ക്യാമറയിൽ അതിന്റെ കൊറിയോ ക്യാമറ മാറണ ബാക്കിലൊക്കെ ഇറങ്ങി പോവാൻ നോക്കണം. അത് ടൊവി അത് നല്ലൊരു ടീമായിരുന്നു. അത് അതിന്റെ ഒരു അത് നിങ്ങളാ എനിക്കിപ്പോഴും തല്ലുമാരുടെ ഒരു പ്രൊമോഷൻ സമയത്ത് പോലും ഈ ടീം വൺ സ്ട്രോങ് ആയിട്ട് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഫുൾ പൊള്ളി ടീം. ഞങ്ങൾ ഇപ്പോഴും ആ ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോഴും ഓണാണ്. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ആക്ടേഴ്സിന് എപ്പോഴും ലൈഫിലെ ടേണിംഗ് പോയിന്റ് പറയുന്ന കൂട്ടത്തില് ജിംഷി അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് എല്ലാവരും ഓർത്തിരിക്കുന്ന എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന, പിന്നെ പലയിടത്തും ജംഷി എന്ന് വിളിക്കുന്നവരുണ്ട്. ജംഷിയെ ഈ സിനിമ ആഗ്രഹിച്ച കാലൊക്കെ പറഞ്ഞല്ലോ, സിനിമയുടെ ഭാഗമാവുന്നു, പലതരത്തിൽ സിനിമകൾ ചെയ്യുന്നു, ഈ പറഞ്ഞ പല നായക നടനായിട്ടും അല്ലാതൊക്കെ സിനിമകളുടെ ഭാഗമാവുന്നുണ്ട്. ശരിക്കും സിനിമ ഇല്ലായിരുന്നെങ്കിൽ ലുക്ക് എന്തായിരിക്കും എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അങ്ങനെ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നെക്സ്റ്റ് ദുബായ് ഉറപ്പ്. ഞാൻ പോയതാ വിസ ഒക്കെ എടുത്ത് 2 പടം കഴിഞ്ഞിട്ട് ഞാൻ പോയതാ. പിന്നെന്താന്ന് വെച്ചാ പല ജോലിക്കും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇത് എന്തെന്നറിയില്ല. അവസാനം ആലോചിക്കും കുഴപ്പമില്ല, ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയിൽ എന്തെങ്കിലും ജോലി ചെയ്യാന്ന്. ഞാൻ എന്നിട്ട് സിനിമയിൽ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെ വന്നതാണ് കൂടുതലും. ഇപ്പോൾ യൂണിറ്റി വർക്ക് ചെയ്യുന്നവരാണ്, മേക്കപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിലും അവരൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവസാനം വേണ്ട സിനിമയിൽ എന്തെങ്കിലും റോൾ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് വെച്ചിട്ട് മേക്കപ്പ് അതിലായി, ചില യൂണിറ്റിലായി, ചില ലൈറ്റിലായി, ചില ക്യാമറയിലായി, എഴുത്തിലോട്ട് പോയി, നോക്കാൻ കുറച്ച് എഴുതാം, അങ്ങനെയായി, അങ്ങനെ മാറിപ്പോ. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം ഇപ്പൊ നമ്മളിപ്പോ മീഡിയയിലൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരിലും ആ സിനിമ എന്നുള്ളൊരു അൾട്ടിമേറ്റ് സാധനം ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടാവും. പക്ഷേ ഇത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ദുബായിൽ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കണ്ടാവും. ഈ അതിവികരമുന്നോട്ട് തിരിച്ചു വരുമ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ ക്യാമ്പസ് പശ്ചാത്തലം പറയുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ ആയിട്ട് നമ്മളൊരു ക്യാമ്പസ് സിനിമകൾ, ക്യാമ്പസ് ഭാഗമാകുന്ന സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഒരു കാലത്ത് മലയാളത്തിൽ ഇതൊരു ഫ്ലേവർ സീസൺ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സിനിമകളുടെ. പിന്നെയും ഈ ഇങ്ങനത്തെ സിനിമയുടെ ഭാഗമാകുമ്പോൾ ലുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് കൂടിയാണല്ലോ. ക്ലാസ് റൂം അവിടെ ഇവിടെ അതിൽ ഈ പറഞ്ഞ പ്രായത്തിൽ വ്യത്യാസമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നത്, അതായത് ജിംഖാനയില് മറ്റേ ആശാനും പിള്ളേരും അത് ഇവരൊക്കെ പറയാ ഇതിന്റെ ഒരു ഇത് നമ്മളെപ്പോഴും ഇവിടെ ഒരു റൊമാൻറ്റിക് മൂവി എന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, സ്വീകരിക്കാറുണ്ട്. അത് പക്ഷെ കറക്റ്റ് നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ആ കറക്റ്റ് ടെംപ്ലേറ്റിലാണെങ്കിൽ ആൾക്കാർക്ക് ഓക്കെയാണ്. അത് തന്നെയാണ് ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ കുറച്ചായി ഇപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ട് അതങ്ങനെ ചെയ്യുന്നു. അതിൽ പെർഫോം ചെയ്യണതെന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ഇൻവേർട്ടറാണ് ആള്. അതായത് മറ്റേ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ ചെറിയ പ്രശ്നം അങ്ങനെ ആളുണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവാ. ഒരു പെൺകുട്ടിന്റെ ഇടയിൽ വന്നാല് സൈലന്റ് ആയി പോകും. അങ്ങനത്തെ ഒരു മച്ചാനാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രണയവും ആ പ്രണയം അവന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന പരിപാടികളാണ് സിനിമ. അപ്പൊ ആ ബ്രേക്കപ്പ് അതിന്റെ എല്ലാ ഫേസുകളും ഉണ്ട്. അപ്പൊ അത് കേട്ടപ്പോ അത് ആളുകൾക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും. സംഭവം അതിൽ ക്രിഞ്ച് ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടും. പ്രണയം എന്ന് പറയുമ്പോ അവിടെ ക്രിഞ്ച് കയറി വരുമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ സ്പേസിലൊക്കെ നമ്മൾ കുറച്ച് ക്രിഞ്ചാണല്ലോ എല്ലാവരും. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അങ്ങനത്തെ ചെയ്ത് നോക്കാനും. അങ്ങനെ തന്നെയാണ് അതിഭീകര കാമുകനിലോട്ട് വരുന്നത്. ഈ ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ സിനിമ പറയുന്നു, അതിഭീകര കാമുകൻ, ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്, സിനിമ ഡിസ്കസ് ചെയ്യുന്ന, സിനിമ ഇല്ലെങ്കിൽ എന്തായെന്നൊക്കെ പറയുന്നു. ഇതിനോടൊക്കെ ഒപ്പം ഇഷ്ടങ്ങൾ പലതും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സിനിമ കഴിഞ്ഞ ഫുട്ബോൾ അങ്ങനെ ഒരു പ്രിയപ്പെട്ട അങ്ങനെയുണ്ടോ? ക്രേസ് പോലെ ഉണ്ടോ? ഫുട്ബോൾ അങ്ങനെ വലിയ രീതിയിൽ ക്രേസ് അല്ലെന്നല്ല, നമ്മുടെ നാട്ടിലുള്ള കളികൾ തന്നെ ഉള്ളു. ഞാൻ ഗോൾ കീപ്പറാണ് മെയിൻ ആയിട്ട്, പ്രധാനമായിട്ട്. അത് ഞാൻ ക്ലബിന് കളിക്കായിരുന്നു. ഞങ്ങളുടെ പുറത്തെ ക്ലബിന് വേണ്ടിട്ട് പോവായിരുന്നു. നമുക്ക് കാശൊക്കെ തന്നിട്ട് നമ്മൾ പോകും, ഒരു ദിവസത്തെ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോവായിരുന്നു. പിന്നെ അത് സിനിമ പരിപാടികളായിട്ട് വന്നപ്പോ പിന്നെ അത് ഞാൻ അങ്ങനെ മെല്ലെ ഗോൾ വലകൾക്ക് അനൗൺസ്മെന്റ് ഒക്കെ പട്ടാളത്തിന്റെ വെടിയുണ്ടകളെ അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്ത് കളയും. അതായത് വെടിയുണ്ടകളെ കാല് കൊണ്ട് തട്ടി മാറ്റിയ നമ്മൾ വിചാരിക്കും എന്തോ യുദ്ധഭൂമി, എന്തോ യുദ്ധം നടക്കാൻ പോകുന്ന വിചാരിക്കും. പക്ഷെ നോക്കുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും മറ്റേ ശാസ്താ മെഡിക്കൽ തൃശ്ശൂർ തമ്മിലുള്ള കളിയായിരിക്കും. പക്ഷെ അവിടെ അവർ യുദ്ധപ്രതീതി ഉണ്ടാക്കിയിട്ട് ആണ് മറ്റേ വെടിയുണ്ട് അതിൽ കൂടെ വന്ന് ഒഴിഞ്ഞു മാറി എന്നൊക്കെ ഉള്ള സാധനമായിരിക്കും.
അത് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. നമ്മള് ആ മലപ്പുറത്ത് നിന്ന് തന്നെ വരുന്ന ഫുട്ബോൾ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ഞാൻ വിജയചേട്ടനൊക്കെ ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പുള്ളി എപ്പോഴും പുള്ളിയുടെ ഓർമ്മയിൽ പറയാം, എടപ്പാള്, ഞങ്ങളുടെ നാട്ടിലെ എടപ്പാള് ഫ്ലഡ് ലൈറ്റിന് വന്ന ഒരു ഓർമ്മയാണ്. അതായത് ത്രോ ലൈനിൽ വരെ ആളുകൾ തിങ്ങി നിറങ്ങി നിന്നിട്ട് ഇങ്ങനെ ടെൻഷനാണ് എനർജിയാണ്. ഗോൾ അടിച്ചാലൊക്കെ ഉള്ള ആവേശം ഒക്കെ അവിടെ ഇരിക്കല്ലേ, തൊട്ടടുത്തായിരിക്കണതേ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുന്ന അവിടുത്തെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ബെറ്റ് നടക്കും, അവിടെ ബെറ്റ് നടക്കും. അത് ഭയങ്കര രസമാണ് അവിടെ. ഈ സിനിമയിലെ അച്ചീവ്മെന്റുകളൊക്കെ പറയുമ്പോ ലുക്മാനെ സിനിമയിലോട്ട് അട്രാക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമകളും ആക്ടേഴ്സും പെർഫോമൻസും ഒക്കെ ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ ആദ്യം കാണുന്നത്, നമ്മൾ തിയേറ്ററിൽ കാണുന്ന മലയാള സിനിമ ആയിരിക്കാം, പിന്നെ ടി വിയിൽ കാണുന്ന സിനിമകളായിരിക്കാം. എന്താ ശരിക്ക് ഈ സിനിമയിൽ എന്തുകൊണ്ട് ഇതിലൊരു രസമുണ്ട്, കാണാൻ തോന്നുന്ന എന്തോ പരിപാടിയാണ്, അങ്ങനെ തോന്നിയ ചിലപ്പോ സിനിമകള്, ആക്ടേഴ്സ്, പെർഫോമൻസ് എന്തായിരിക്കും? എനിക്ക് അതിന്റെ ഒക്കെ ഉപരി എനിക്ക് ശരിക്കും എന്നെ സിനിമയ്ക്ക് അട്രാക്ട് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എൻ്റെ വീട്ടിൽ ടി വി വാങ്ങുന്നത്, ഞാൻ സിനിമ കാണാൻ പോകുന്നത്, തിയേറ്ററിൽ പോകുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ദിനം വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് തിയേറ്ററിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒളിച്ചും അറിയാതെയും നാട്ടിലാരെങ്കിലും കാണും അങ്ങനെയൊക്കെ പോയിട്ട്, അതും കുറെ കഴിഞ്ഞിട്ട്, അത് +1 +2 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ആദ്യം തിയേറ്ററിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് വലിയതാണ് എൻ്റെ മുന്നിൽ. അത് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ആ സമയത്ത് സിനിമയിലേക്ക് എനിക്ക് എത്താം എന്നൊന്നും. പിന്നെ ഒരു കോളേജിലൊക്കെ എത്തി നാടകങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ചുറ്റുള്ളവരൊക്കെ പറയൽ തുടങ്ങിയത്, ഞാൻ ബെസ്റ്റ് ആക്ടർ ആവുന്നു. സബ് ജില്ല സ്കൂളിനെ 10th ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ടായിരുന്നു, സബ് ജില്ല ഒക്കെ. അപ്പോൾ എല്ലാവരും കോളേജിൽ ചുറ്റുള്ളവരൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ, എടാ നീ സിനിമ നോക്ക്, സിനിമ ശ്രമിക്ക്. ഞാൻ അവിടെ നാടകങ്ങൾ ചെയ്യുന്നു. ഒരു പ്രാവശ്യം ജഡ്ജായി വന്നത് സിജു വിൽസണും പിന്നെ വേറെ 2 പേരാ വന്നത്. അവര് വന്നിട്ട് കോളേജിൽ എന്നോട് പറഞ്ഞ്, ഇവിടെ മോഡൽ എന്തോ ലുക്മാൻസ് എന്ന് പറഞ്ഞ ഇതൊക്കെ അന്ന് തുടങ്ങേണ്ട കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന കാസ്റ്റിംഗ് കമ്പനീസ് ഉണ്ട്, അപ്പൊ നീ അവിടെ പേര് കൊടുക്ക് സിനിമയില്. അപ്പോഴൊക്കെ അറിയാതെ ആഗ്രഹം പിന്നെ ഉള്ളിൽ കയറി തുടങ്ങി. എല്ലാരും പറയുന്ന കേട്ടിട്ട് പിന്നെ ഇത് എവിടേക്ക പോണ്ടിന്ന് ഒരു ഐഡിയ ഇട്ടില്ല, അത് സിനിമ കയറും വേണം. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. കിട്ടുമെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിം 5 million അപ്പോ അന്ന് വ്യൂ ഒക്കെ. അന്നിങ്ങനെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പോക്കിലാണ് ഓരോരുത്തരായിട്ട് കണ്ടുമുട്ടലും ഈ സിനിമയിലോട്ടുള്ള ഇതുണ്ടായത്. അല്ലാതെ ഞാൻ സിനിമകൾ കണ്ട് ഇനി സിനിമയിലോട്ട് അങ്ങനെ ഒരു ട്രാവലേ ആയിരുന്നില്ല എൻ്റെ. പിന്നീടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവര് പറയുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഈ സിനിമ പുറത്തെ സിനിമകൾ തന്നെ നമ്മൾ ഈ അടുത്തൊക്കെയാണ് ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ, അധികമായിട്ടില്ല, ഇങ്ങനെ ചിലതൊക്കെ തന്നെ കണ്ടു തുടങ്ങുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ അതിലോട്ട് പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരാണ് എന്നെ അങ്ങനെ അതിലോട്ട് എത്താനുള്ള പ്രധാന കാരണക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണല്ലോ, നമ്മൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പരാജയങ്ങൾ വരാം, ഈ പറഞ്ഞ പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ള ജയങ്ങൾ വരാം, വലിയ വിജയങ്ങൾ വരാം. ഈ 2 എക്സ്ട്രീമിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാന്നുണ്ടല്ലോ, നമ്മൾ ഈ തകർന്നു പോവാതിരിക്കുക, ഈ ജേണി മുന്നോട്ട് പോകണം. നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ കാണുന്നു, ജയപരാജയങ്ങളെ എങ്ങനെ കാണുന്നു? ഭയങ്കര സത്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ആൻസർ, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് സിമ്പിളായി പറയാമെങ്കിലും, നമ്മുടെ ഒരു സ്റ്റേജിൽ, നമ്മുടെ യാത്രയുടെ ഒരു പെർട്ടിക്കുലർ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക. നമ്മൾ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ ശരിയും, ഈ പരാജയങ്ങളാണെങ്കിൽ ശരിയും, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമാണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര ഓക്കെ സ്റ്റേജ് അല്ല. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസും സ്ട്രഗിളും പരിപാടിയൊക്കെ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും നമ്മുടെ അടുത്ത തെരഞ്ഞെടുപ്പിനും ഈ സിനിമ നവംബർ 14 എന്ത് സംഭവിക്കുന്നുള്ളതും എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പരാജയങ്ങളെ നേരത്തെയും പറഞ്ഞ പോലെ തന്നെ പരാജയങ്ങളെ മാക്സിമം, അതൊരു മനുഷ്യനൊരു പരിധിയൊക്കെ ഉണ്ട്, മാക്സിമം ഉള്ളിലോട്ട് എടുക്കാതെ അതിന് അത് ആസ്വദിക്കുക, ആ ഇമോഷൻ ആസ്വദിക്കുക. അത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് മാറി പുറത്തിയാടുക. അത് പുറത്തിയാടുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്, പലർക്കും അത് പല പോലെ ആയിരിക്കും. പക്ഷെ
അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മൾ തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഞാനെപ്പോഴും അതിനെ പരാജയം വന്നാലും വിജയം വന്നാലും ഒരു പരിധി വരെയാണ് ആഗ്രഹിച്ചത്. എനിക്ക് സന്തോഷിക്കുമ്പോഴും ഒരു ഭയങ്കര ഹിറ്റ് വന്നു, ഞാൻ ഒരു പരിധിയിലപ്പുറം സന്തോഷിക്കാൻ എനിക്ക് സത്യത്തിൽ പേടിയാണ്. മതി ഇനി ഓവറായിട്ട് സന്തോഷിക്കണ്ട, ഇനിയുണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല, വലിയ അവിടെ നിൽക്ക്, ഞാൻ തന്നെ എന്നോട് തന്നെ പറയൂ. അതെനിക്ക് തോന്നുന്നു അത് ഒരു കണക്കിന് നല്ലതാ. ഇനിയും യാത്ര മുന്നോട്ട് പോകാണ്ടല്ലോ, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സക്സസ് പോയിന്റ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഒരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇതില് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഭയങ്കര രസമുള്ള സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഈ മമ്മൂക്ക 7ാമത്തെ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്നുള്ളത്. കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ 40-ലേറെ വർഷത്തെ കരിയറില് 7ാമത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങി മലയാളത്തെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് നടനായി മാറുമ്പോഴും ഒരു സീനിയർ മോസ്റ്റ് ആക്ടർ ഇപ്പോഴും പുതിയ ഏറ്റവും, അതായത് നാളെ ഇറങ്ങുന്ന സിനിമയിൽ ലോഞ്ച് ആവുന്ന ആൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണല്ലോ. എന്താ ശരിക്കും ഈ മൊമെന്റ് എന്താ? ഭയങ്കര, ഇത് കേട്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അതെ, നമുക്ക് തിരിച്ചു വരുന്നു, നമുക്ക് തിരിച്ചു വരുമ്പോ ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതാണ് മമ്മൂക്ക. ഞാൻ അത് ആലോചിക്കുന്നത്, നമുക്കൊരിക്കലും ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ മനസ്സിനൊരിക്കലും പ്രായമാവുന്നില്ല. സത്യം, അതിന്റെ കറക്റ്റ് അത് ലൈഫിലുള്ള ആളാണ് മമ്മൂക്കാന്ന് എനിക്ക് തോന്നി. മമ്മൂക്കയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് ഇപ്പൊ ആസിക്കാനായിട്ടും ഇവരായിട്ടൊക്കെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരും ഉണ്ട്, അവരെ കൂടെയുള്ള ആൾക്കാരനല്ലേ, ആളെന്നല്ലേ. അങ്ങനെ ചിന്തിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ആ പൊസിഷനിൽ നിന്ന് ആ സമയത്ത് നിൽക്കുമ്പോഴേ അതിന്റെ അത് അങ്ങനെ ചിന്തിക്കണ എങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അത് നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഒപ്പം ഇവരൊക്കെ എല്ലാവർക്കും നല്ല നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ അവാർഡ്. ആസിഫ്, ടോവി, എല്ലാരും മമ്മൂക്ക സെന്ററിൽ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ അതിഭീകരമായിട്ട് അതിഭീകരമാവട്ടെ. താങ്ക് യു. താങ്ക് യു.